Hello friends, welcome to Nature 360. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെർബൽ ബാത്ത് സോപ്പ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളത് കാണിക്കാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് കാസ്റ്റിക് സോഡ ഫ്ലേക്സ് ആണ് ആദ്യം എടുക്കുന്നത്. ഒരു 17 ഗ്രാമോളം കാസ്റ്റിക് സോഡ ഫ്ലേക്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ 17 ഗ്രാം കാസ്റ്റിക് സോഡ നമ്മൾ 30 ഗ്രാം വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് മാറ്റി വയ്ക്കണം. കാസ്റ്റിക് സോഡ വെള്ളത്തിലിടുമ്പോൾ ചൂടാകും. അപ്പോൾ അതിൻ്റെ ആവി കൊണ്ടോ വെള്ളം തെറിച്ചോ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. എനിക്കിതോട് ചെയ്ത് ശീലമുള്ളത് കൊണ്ടാണ് ഞാനിത് ഗ്ലൗസ് ഇല്ലാതെ ചെയ്യണത്. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ എടുക്കേണ്ടത് കോക്കനട്ട് ഓയിലാണ്. വെളിച്ചെണ്ണ ഒരു 65 ഗ്രാം നമ്മളിതിൽ ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയുടെ ഗുണം സോപ്പിൽ നന്നായിട്ട് പത വരാനും സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാനും അതുപോലെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എല്ലാം വെളിച്ചെണ്ണയിൽ ധാരാളം ഉള്ളത് കൊണ്ട് നമുക്ക് സ്കിന്നിന് അത്ര ബെനിഫിറ്റ്സ് കിട്ടും. പിന്നെ എടുക്കേണ്ടത് പാം ഓയിൽ ഒരു 20 ഗ്രാം. അത് ഞാനിവിടെ എടുക്കാൻ കാരണം പാം ഓയിലും അതുപോലെ വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ടും സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. സ്കിന്നിലെ ഡ്രൈനെസ് ഇല്ലാതാക്കാനും അതുപോലെ ഇറിറ്റേഷൻ ഇല്ലാതിരിക്കാനും പാം ഓയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്ട്രെച്ച് മാർക്സ് മാറാനും പാം ഓയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ യൂസ് ചെയ്യണത് പൊങ്കാമ്യ ഓയിൽ ഒരു 5 ഗ്രാം. പൊങ്കാമ്യ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ കരഞ്ച ഓയിൽ എന്ന് പറയും. ഈ ഓയിൽ ഞാൻ അങ്ങാടി മരുന്ന് കടയിൽ നിന്നാണ് മേടിച്ചത്. ഇതൊരു 5 ഗ്രാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലും ഒരുപാട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഈ എണ്ണ പറ്റിയാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ ഈ എണ്ണ സഹായിക്കും. അപ്പോൾ ആ എണ്ണ ഒരു 5 ഗ്രാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തേക്കണത് മഹ്വ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ട്രീ ഓയിൽ എന്ന് പറയും. അതൊരു 5 ഗ്രാം. ഈ ഓയിലിനൊരു സ്വീറ്റ്നെസ് ആണുള്ളത്. ഇത് നെയ്യ് പോലെ ഇരിക്കും കാണാൻ, നല്ല കട്ടിയുള്ള എണ്ണയാണ്. അപ്പോൾ അതൊരു 5 ഗ്രാമാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. ഇതിലതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതും സ്കിന്നിന് നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് എഫക്റ്റും തരും. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണ. അതും ഞാനിവിടെ 5 ഗ്രാമാണ് യൂസ് ചെയ്യണത്. ഈ ഒരു മെത്തേഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിൽ നിന്നുള്ള എണ്ണകളുടെ കോമ്പോസിഷൻ മാറ്റിയാൽ ചിലപ്പോൾ സോപ്പ് കുഴകുഴാന്നാവാൻ സാധ്യതയുണ്ട്. അതായത് ഇത് ഹാർഡ് ഓയിൽസ്, സോഫ്റ്റ് ഓയിൽസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം നമുക്ക്. പാം ഓയിലും കോക്കനട്ട് ഓയിലും ഹാർഡ് ഓയിലാണ്, ബാക്കിയുള്ളത് മിക്കതും സോഫ്റ്റ് ഓയിൽസാണ്. അപ്പോൾ സോഫ്റ്റ് ഓയിൽസ് കൂടി കഴിഞ്ഞാൽ സോപ്പ് ചിലപ്പോൾ റെഡി ആയിന്ന് വരില്ല. ഫൈനൽ പ്രൊഡക്റ്റിൽ ചിലപ്പോൾ സോപ്പ് ഇരുന്ന് ക്യൂറിങ് ടൈം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഴകുഴാന്ന് തന്നെ ഇരിക്കും. അങ്ങനെ ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാസ്റ്റിക് സോഡ എന്തുകൊണ്ട് ചേർത്തു, അത് കെമിക്കൽ അല്ലേ എന്ന് ചോദിച്ചാൽ, കാസ്റ്റിക് സോഡ നമ്മൾ യൂസ് ചെയ്യണത് ഇതിൽ ചേർത്തേക്കണ ഓയിൽസിനെ നമുക്ക് സോപ്പായിട്ട് മാറ്റാനായിട്ടാണ് കാസ്റ്റിക് സോഡ യൂസ് ചെയ്യണത്. സാപ്പോണിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാസ്റ്റിക് സോഡ ഫ്ലേക്സ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ക്യൂറിങ് ടൈം കഴിയുമ്പോൾ കാസ്റ്റിക് സോഡ അതിൽ സോപ്പിലുള്ള കാസ്റ്റിക് സോഡ ഫുള്ളായിട്ട് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോകും. പിന്നെ ഫൈനൽ പ്രൊഡക്റ്റിൽ നമുക്ക് സോപ്പ് മാത്രമായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാസ്റ്റിക് സോഡ ഇതിൽ യൂസ് ചെയ്യുന്നത്. കാസ്റ്റിക് സോഡ ഇല്ലാതെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇതിൽ അടുത്തതായിട്ട് ആഡ് ചെയ്യണത് ഒരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീട്ടിൽ തന്നെ ചെയ്ത ഹെർബൽ ബാത്ത് പൗഡർ ഉണ്ട്. അതാണ് ഈ ബാത്ത് പൗഡറിൽ ഞാനൊരു 10ലധികം ഹെർബൽസ് ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹെർബൽ ബാത്ത് പൗഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും അറിയാൻ പറ്റും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് സോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലൈ കോൺസെൻട്രേഷൻ കൂടിയാലും സോപ്പിൻ്റെ pH മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈയും കൂടരുത്. അതുപോലെ വെള്ളം നമ്മൾ ഇതിൽ 30 ഗ്രാം എന്നുള്ളത് കുറച്ചെടുത്താലും കുഴപ്പമില്ല. കാരണം വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ലൈ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളം യൂസ് ചെയ്യണത്. ഈ വെള്ളവും നമ്മൾ ക്യൂറിങ് ടൈമിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ലൈൻ്റെ കൂടെ തന്നെ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ വെള്ളം ഒരുപാട് യൂസ് ചെയ്താലും ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ ലൈയിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സൊല്യൂഷൻ ഓയിൽ സൊല്യൂഷൻ ഒഴിക്കുകയാണ്. ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഈ സോപ്പിൻ്റെ പരുവം, അതായത് ദോശമാവ് പരുവത്തിലേക്ക് ആവണ വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു 100 ഗ്രാമിൻ്റെ അളവിനാണ് ഞാനിപ്പോൾ എണ്ണയും എല്ലാം എടുത്തിട്ടുള്ളത്.
100 ഗ്രാം എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും കുറയാനും സാധ്യതയുണ്ട്. കൂടാൻ കാരണം ഞാൻ ഇതിൽ ഹെർബൽ പൗഡർ ഇട്ടതുകൊണ്ടാണ്. പിന്നെ ഞാൻ സാൻഡൽവുഡിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഇതിലിപ്പോൾ ആഡ് ചെയ്യണത് സ്മെല്ലിന് വേണ്ടിയിട്ട്. അതൊരു 5 ml മതിയാവും. അത് കൂടുതലാണ് 5 ml, അതിലും കുറച്ച് മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ദോശമാവ് പരുവത്തിൽ, അതായത് ആ സോഫ്റ്റ് റൈസ് ആവണ വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മരത്തിൻ്റെ കഷ്ണം എടുത്ത് വേണം മിക്സ് ചെയ്യാൻ. ഞാനിവിടെ ഒരു ചൂരലിൻ്റെ ചെറിയൊരു പീസാണ് എടുത്തേക്കുന്നത്. സ്റ്റീലോ പ്ലാസ്റ്റിക്കോ എടുത്താൽ ചിലപ്പോൾ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. സ്റ്റീലാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ്, അതായത് സ്റ്റീലിൽ റിയാക്ഷൻ എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ വുഡ് എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫുൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ദോശമാവ് പരുവത്തിലായിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഈ സ്റ്റിക്കിന് പകരം അത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിങ്ങനെ അതിൻ്റെ ട്രേസ് കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുമ്പോൾ തുള്ളി വീഴുന്നതിൻ്റെ ഒരു ഇമ്പ്രഷൻ നമുക്കതിൽ കാണാൻ പറ്റും. അതാണ് അപ്പോഴാണ് ആ സോപ്പ് റൈസ് റെഡി ആവുന്നത്. ആ ഒരു പരുവെത്തുമ്പോഴാണ് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ സിൽക്കൺ മോൾഡാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതൊരു 100 ഗ്രാമിൻ്റെ മോൾഡാണ്. ഇതിലേക്ക് ഞാനെടുത്ത് ഒഴിച്ച് വയ്ക്കാൻ പോകുന്നത്. ഇത് ഡയറക്റ്റ് ഒഴിച്ചിട്ട് നമുക്കിത് ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോൾഡിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഒരു കുറഞ്ഞത് 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം കഴിഞ്ഞിട്ടേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ബിക്കോസ് ഇതിലെ ആ കാസ്റ്റിക് സോഡ ചേർത്തതിൻ്റെ ആ ഒരു വീര്യം കുറയാൻ വേണ്ടിയിട്ടാണ്. ക്യൂറിങ് ടൈം എന്ന് പറയും. ഈ ഒരു 40-45 ദിവസത്തെ നമ്മുടെ പീരീഡിൽ ക്യൂർ ചെയ്യാൻ വെക്കണം എന്നാണ് പറയുക. ഈ ക്യൂറിങ് ടൈം കഴിഞ്ഞിട്ടേ നമുക്ക് ഈ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് നമ്മളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലൈ അതിൽ തന്നെ ഉള്ളത് കൊണ്ട് സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ വീട്ടിൽ ലാസ്റ്റ് ഒരു 3 years ഈ ഒരു മെത്തേഡിലാണ് സോപ്പ് ഉണ്ടാക്കി ഞങ്ങൾ യൂസ് ചെയ്യണത്. അപ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സാധാ സോപ്പ് യൂസ് ചെയ്യണവർ ഈ ഒരു സോപ്പ് ഒരു 2 ദിവസത്തേക്ക് ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും. അത്രയും സോഫ്റ്റ്നെസ് നമുക്ക് ഈ സോപ്പിൽ നിന്ന് കിട്ടും സ്കിന്നിന്. അതുപോലെ മുഖക്കുരു, അതുപോലത്തെ എല്ലാ ഒരു പ്രശ്നങ്ങളും നമുക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. മുഖക്കുരു, അതുപോലെ സൺ ടാനിങ് എല്ലാം തന്നെ മാറിക്കിട്ടും. ഇപ്പോൾ ഞാനിത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് ഹാർഡാക്കിയിട്ട് എടുത്തതാണ്. ഇപ്പോൾ സോപ്പ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇനി ഈ കളർ മാറില്ല. ഇതൊരു 45 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റെഡി ടു യൂസ് ആണ്. അതുവരെ നമ്മളിത് ക്യൂർ ചെയ്യാൻ, അതായത് കാറ്റ് കൊള്ളണ രീതിയിൽ വെക്കണം. ഓപ്പൺ സ്പേസിൽ വേണം ക്യൂറിങ്ങിന് വെക്കാൻ. എവിടെ അടച്ച് വെക്കരുത്. ഇതിലും അടപ്പിലിട്ട് ഒരു ടിന്നിലിട്ടോ എയർ ടൈറ്റായിട്ട് വെക്കരുത്. അപ്പോൾ ഈ ഒരു സോപ്പ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ ചേർത്തേക്കുന്ന സ്മെല്ല് 30 days കഴിഞ്ഞിട്ടേ നമുക്ക് പുറത്തറിയുള്ളൂ. അപ്പോൾ ഈ സോപ്പ് എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നേച്ചർ 360 ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.